ഹായ് ഹലോ. ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയുടെ 25ാമത്തെ ദിവസത്തിൽ വന്നെത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു വെയിറ്റ് കാര്യങ്ങളാണ്. എൻ്റെ വെയിറ്റ് ഞാൻ നോക്കുന്നുണ്ട്. വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. 28ാം തീയതി ഞാൻ അത് കാണിച്ചു തരാം. എന്ത് ഡിഫറൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത് കാര്യം കാണിച്ചു തരാം. നിങ്ങളെ വെയിറ്റ് ലോസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ജനുവരി 1 തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 10 ദിവസമൊക്കെ ആവാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് തുടങ്ങിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതായിരിക്കും ഞാൻ കൊണ്ടുപോയി പകുതി വെച്ച് നിന്നു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കാര്യം നമ്മളാണ് നോക്കേണ്ടത്. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമ്മളാണ് നമ്മുടെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ജേർണി ഇതേ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചീറ്റ് ഡേ എടുത്തത് അവിടെ സ്റ്റക്കാക്കി ഞാൻ കളഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും വെയിറ്റ് ലോസ് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നേനെ. എനിക്ക് ഈ ഒരു മാസം കൊണ്ട് എനിക്കൊരു 5 കിലോ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ആ ഒരു 5 കിലോ എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കിനി വരുന്ന വീഡിയോസിൽ നോക്കാം. പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇനി ദിവസങ്ങളുണ്ട്. ആ ഒരു ദിവസങ്ങളിൽ എൻ്റെ വെയിറ്റ് കുറയട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാര്യം നമുക്ക് അതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുമ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരു കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിലൊരു ഹാപ്പിനെസ് തന്നെയാണ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, വിൻ്റർ സീസൺ ആണ്. വിൻ്റർ സീസണിൽ ക്രേവിങ്സ് ഒരുപാട് വരും. കാര്യം നമുക്ക് ഈ ഒരു ചൂടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ടൈമാണ്. അതിന് ഗ്രീൻ ടീ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തെങ്കിലും കോഫി കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഒരുപാട് കൂടുതൽ. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പോർഷൻ കൺട്രോൾ ചെയ്ത് എനിക്ക് കഴിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നു. ഞാൻ എന്ന് ജിമ്മിൽ പോകുന്നുണ്ടോ അന്ന് തൊട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ, ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് എനിക്ക് ബെല്ലി ഫാറ്റ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് ബെല്ലിക്കും വർക്കൗട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു വെയിറ്റ് കുറവില്ല. പക്ഷെ എനിക്ക് കുറയുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഫാറ്റ് ഇങ്ങനെ ബേൺ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് എനിക്ക് കുറച്ചെടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലോട്ടാണ് എനിക്ക് പോവേണ്ടത്. പിന്നെ ഫേസ് ഫാറ്റിൻ്റെ എക്സസൈസ് അത് നിങ്ങളെ ഞാൻ കൺസിഡർ ചെയ്ത് പോവാം കേട്ടോ. ഫേസ് ഫാറ്റിൻ്റെ എക്സസൈസ് ഉടനെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ. പിന്നെ ഒരു 30 ഡേയ്സ് ആയതിനു ശേഷം എൻ്റെ ഈ ഒരു 30 ഡേയ്സ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ മൂഡ് സ്വിങ്സ്, എൻ്റെ സ്ട്രെസ് ടെൻഷൻ കുറഞ്ഞോ കൂടിയോ, എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഞാനിങ്ങനെ 30ാമത്തെ ദിവസം ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതേ ഇരിക്കുകയാണ്. 5 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് 30 ദിവസം. അന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരും. കാര്യം എനിക്ക് 30 ദിവസത്തിൽ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ അന്ന് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. 30 ദിവസം എൻഡ് അല്ല, 30 ദിവസവും കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇനിയെ പൊക്കോണ്ടിരിക്കും. ഓക്കെ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും പതുക്കെ ഒന്ന് വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ഫുഡിനകത്ത് നിന്ന് ഈ പുറത്തുനിന്ന് ഞാൻ ഇന്നത് മേടിച്ച് വന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതെന്ന് കാണിക്കും. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഭക്ഷണം തന്നെയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ വീട്ടിലുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. അത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുകയും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ കാണാം. ബൈ. ഹലോ, ഞാനിന്നെൻ്റെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത് ജിഞ്ചർ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഞാൻ എടുത്തത് ചോറ്, പുളിശ്ശേരി, തോരൻ, കായ വെച്ചിട്ടുള്ള തോരനാണ്, കായ വെച്ചിട്ട്, പിന്നെ ചിക്കൻ പീസാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്, കറി കുറവാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാനിന്ന് എൻ്റെ ലഞ്ച് കഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. എൻ്റെ സ്നാക്ക് ടൈം ആയിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന അനാറും പിന്നെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ 4 കാഷ്യൂസും 4 ബദാമും കൂടി ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗ്രീൻ ടീ അതും കൂടിയാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഇന്നെൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ, ഒരു മുട്ട, പിന്നെ ഉള്ളിച്ചമ്മന്തിയാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 26ാമത്തെ ദിവസം കാണാം. ബൈ ബൈ.